എല്ലാവർക്കും ബിബീസ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ട് പൂരി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴക്കണ പോലെ കുഴച്ച് കൈ കുഴയത്തൊന്നുമില്ല. ഇത് ചുമ്മാ മിക്സിയിലിട്ട് കറക്കി എടുത്തിട്ട് നല്ല എളുപ്പം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 120 ml ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക്. പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് ചോറും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ പുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അരിപ്പൊടി എന്തുമാത്രമാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടിയാണ് ചോറ് എടുക്കേണ്ടത്. ചോറെടുക്കുമ്പോൾ അതിനകത്ത് വെള്ളമൊന്നും പാടില്ല കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ നേരത്തും ഇത് മാത്രമേ ഇടാൻ പാടുള്ളൂ, ഒട്ടും വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ട് നിർത്തി വേണം അടിക്കാനായിട്ട്. വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് അരയ്ക്കാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിർത്തി അടിച്ചാൽ മതി, അത് പാകത്തിനായി കിട്ടിക്കോളും കേട്ടോ. അതായത് ഇപ്പോൾ ഇത് കണ്ടോ. എന്നിട്ട് ഇതിനെ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ഈ അരിപ്പൊടിയും ചോറും കൂടെ കുഴച്ച ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ട ഈ മിക്സിയുടെ ജാറിൽ വേറെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊന്നുമില്ല, അധികം അങ്ങനെ അതിനകത്തുനിന്ന് വടിച്ചെടുക്കാനൊന്നുമില്ല. എന്നിട്ടിത് ഞാൻ കുഴച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് കുഴച്ച് നോക്കുന്നുള്ളൂ. ഇത് പാകത്തിനായിട്ടുണ്ട്, നല്ലപോലെ ഇത് അരഞ്ഞ് വന്നിട്ടുണ്ട്. ചോറും അരിപ്പൊടിയും കൂടെ നല്ലപോലെ യോജിച്ച് കഴിഞ്ഞപ്പം ഉരുട്ടാൻ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കുഴയ്ക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ ഈ മാവിൽ കുറേശ്ശെ എടുത്തിട്ട് ഉരുട്ടി വെക്കുകയാണ്. ഒരു വലിയ നെല്ലിക്കയുടെ മുഴുപ്പിലാണ് ഞാൻ ഉരുട്ടുന്നത് കേട്ടോ. പൂരി ഉണ്ടാക്കാൻ ആ ഒരു സൈസൊക്കെ മതിയാകുമല്ലോ. ഇത് ഉരുട്ടുമ്പോൾ അങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നല്ല എളുപ്പമായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ മുഴുവൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ 15 ഉരുള കിട്ടിയിട്ടോ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞപ്പോഴേ. എന്നിട്ട് ഞാൻ ഓരോ ഉരുള എടുത്തിട്ട് ഈ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഒരു പപ്പടത്തിൻ്റെയൊക്കെ സൈസ് ഏകദേശം. ഞാനിത് പരത്തുന്നുണ്ടല്ലോ, ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്ന എന്നാത്തിനാണെന്നറിയാവോ. ഞാൻ ഒരു കുഴിയുള്ള ചീനച്ചട്ടിക്കകത്ത് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്, ഇത് പൊരിച്ചെടുക്കാനായിട്ടേ. അപ്പോൾ ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മുക്കിയിട്ട് പരത്തിയെടുക്കുകയാണ്. ഞാൻ ഇതിൽ സാധാരണ പൂരി ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ഞാൻ പൊടി വിതറാറില്ല. നമ്മൾ പൊടി വിതറിയിട്ട് പൂരി ഉണ്ടാക്കുവാണെങ്കിലുണ്ടല്ലോ, ആ എണ്ണയ്ക്കകത്തിട്ട് ചുട്ടെടുക്കുമ്പോഴേക്കും ഉണ്ടല്ലോ ചിലപ്പോൾ ഇങ്ങനെ ആ പൊടി അങ്ങ് കരിഞ്ഞിരിക്കും. അപ്പോൾ അതിൽ നല്ലത് എണ്ണയ്ക്കകത്തിട്ട് മുക്കിയെടുക്കുന്നത്. ഇനിയിപ്പം വേണമെങ്കിൽ നമുക്ക് വേറെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് എണ്ണ എടുത്ത് സൈഡിൽ വെക്കാം. ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യുന്നത്. ഈ എണ്ണ ഇങ്ങനെ ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൈയൊന്നും പൊള്ളത്തില്ല കേട്ടോ. കൈ അതിന് എണ്ണയ്ക്കകത്തോട്ട് മുക്കണ്ട. അതിൻ്റെ ഈ മാവിൻ്റെ ഈ ഉരുളയുടെ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ, ഒന്ന് എണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് ഒന്ന് പരത്തി എടുത്താൽ മതി. അത് പിന്നെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പരത്തി വെക്കാൻ നേരത്തുണ്ടല്ലോ, ഞാനൊരു പാത്രത്തിലേക്ക് പരത്തി വെക്കുകയാണ്. അത് മേലെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ അങ്ങ് പരത്തി വെക്കാം. ഞാൻ ഈ പരത്തുമ്പോഴേ അങ്ങ് കറക്റ്റ് ഷേപ്പൊന്നും ആയി കിട്ടുന്നില്ല കേട്ടോ. എന്തൊക്കെയോ ഷേപ്പായി കിട്ടുന്നത്, സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ ഈ കുനൂനാന്നൊക്കെ ആകുന്നുണ്ട്. അപ്പം നല്ല കറക്റ്റ് ഷേപ്പൊക്കെ വേണം, അല്ലെങ്കിൽ ഇപ്പോൾ റൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഷേപ്പൊക്കെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഷേപ്പുള്ള ഒരു പാത്രമോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അമർത്തിയെടുക്കാം. മുഴുവൻ പരത്തിയെടുത്തതിന് ശേഷം ഈ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഞാൻ എങ്ങനെയാണ് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നത് കണ്ടോ. എണ്ണ നല്ല പോലെ ചൂടായിരിക്കണം. ഞാൻ സാധാരണ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പൂരി ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. എണ്ണ നല്ല പോലെ ചൂടായി കഴിയുമ്പം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം, ഒട്ടും കുറച്ച് വെക്കാൻ പാടില്ല. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ പരത്തി വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ, ഞാൻ ഈ അരിപ്പത്തവി വെച്ചിട്ടേ അമർത്തി അങ്ങ് കൊടുക്കുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് പൊന്തി അങ്ങ് വരും. അത് പൊന്തി വന്നിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ടിട്ട് അങ്ങ് എടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേ ഇതൊട്ടും എണ്ണ കുടിക്കത്തുമില്ല. അപ്പോൾ ഇതാ മുഴുവൻ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല നല്ല ചൂടുള്ള പൂരി, നല്ല ടേസ്റ്റാണ് കേട്ടത്. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കണ പോലെയല്ല, ഇതിനൊരു പ്രത്യേക രുചിയാണ്.
അപ്പം നല്ല മസാലക്കറികളോ ബാജിക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ കഴിക്കാം. പിന്നെ ചായയുടെ കൂടത്തിലുണ്ടല്ലോ ഇങ്ങനെ ചൂടോടെ കടിച്ചുകൊണ്ട് നടക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ ചൂടോടെ കടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ചായയുടെ കൂടത്തിലൊക്കെ കൂട്ടാനായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാം. എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.